4.7 സെൻറ്റ് സ്ഥലത്ത് 1710 സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായിട്ടുള്ളൊരു വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലത്തിലായി. നമ്മുടെ ഈ വീടിൻ്റെ എലവേഷൻ വരുന്നത് കിഴക്കോട്ട് ദർശനമായിട്ടാണ്. 4.3 സെൻറ്റ് സ്ഥലമായതുകൊണ്ട് 4.7 സെൻറ്റ് സ്ഥലമായതുകൊണ്ട് തന്നെ 2 വലിയ വാഹനങ്ങളെങ്കിലും മിനിമം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട്. മുറ്റത്ത് വെച്ചിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ്. ഇനി വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഒരു കോണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ബോക്സ് ടൈപ്പ് ഡിസൈൻ മാത്രം നൽകിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയ പെയിൻറ്റിലൊക്കെ വ്യത്യാസമുണ്ട്. ഗ്രൂവൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയപറമ്പ് പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. വീണ്ടും നമുക്ക് വീഡിയോയിലേക്ക് വരാം. വീഡിയോയിലേക്ക് വരുമ്പോൾ മുറ്റം നമ്മൾ പറഞ്ഞിരുന്നു, വലിയ വിശാലമായിട്ടുള്ള മുറ്റം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ കിണർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ഇവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പ്ലാന്റർ ബോക്സാണ്. ഇത് പ്ലാന്റൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്യാവുന്ന ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. 2 സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വുഡൻ ഫിനിഷിൽ വരുന്ന പെയിൻറ്റിങ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് മെയിൻ ഡോർ. 2 പാളികളായിട്ടുള്ള മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. ഈ കട്ടിലകളെല്ലാം പാനൽ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ലിവിങ് സ്പേസ് ആണ്. അത്യാവശ്യം വലിപ്പമുള്ള ലിവിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 2 വശത്തും ജനലുകൾ വരുന്നുണ്ട്. TV യൂണിറ്റ് കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്തായിരുന്നു. ഇവിടെ ഒരു വാൾ പെയിൻറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്ത് TV വരുന്ന ഏരിയ ആണ്. ഇവിടെ ഗ്ലോസി ഫിനിഷിനുള്ള മൈക്കാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. ക്യൂരിയോസ് വയ്ക്കാനുള്ള സ്പേസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ്. അതുപോലെ തന്നെ മുകളിലേക്ക് വരുമ്പോൾ സെൻട്രൽ ഭാഗത്ത് ഒരു വുഡൻ ഡിസൈനുള്ള ഫോൾ സീലിംഗ് വർക്കാണ് വരുന്നത്. സൈഡിലായിട്ട് കോവ് ലൈറ്റിങ് കൊടുത്തിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു മൾട്ടിവുഡ് ഉപയോഗിച്ചുള്ള ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് സ്പേസ്. അത്യാവശ്യം വലിയ ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് കിച്ചണാണ് വരുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആ വുഡൻ ഡിസൈൻ സെൻറ്റർ ഭാഗത്ത് വരുന്നു. ഫാനെല്ലാം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് വാഷ് കൗണ്ടർ. അത് വരുന്നത് ഇവിടെ ഒരു ഡെഡിക്കേറ്റഡായിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പുള്ള വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഒരു പില്ലർ ടാപ്പ് വരുന്നുണ്ട്. ഇവിടെ റൗണ്ട് ഷേപ്പുള്ളതും വേറൊരു കുറച്ച് സ്റ്റോറേജ് സ്പേസുമൊക്കെ ആയിട്ട് ഒരു വാനിറ്റി കൗണ്ടറൊക്കെ ആയിട്ട് ഭംഗിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെ കിച്ചൺ നൽകിയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് മനോഹരമായിട്ടുള്ളത് നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിച്ചണും അതുപോലെ തന്നെ വർക്ക് ഏരിയയും ഒരുമിച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്തെല്ലാം കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഐലൻഡ് ഷേപ്പിലുള്ള ഒരു കിച്ചണാണ് വരുന്നത്. ഈ ഭാഗത്ത് സിങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ മിക്സർ ഗ്രൈൻഡറൊക്കെ വയ്ക്കാവുന്ന ഒരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 3 പാളി ജനലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് വേണമെങ്കിൽ നമുക്ക് പുറത്ത് ചെയ്തെടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അത് ആ മതിലിനോട് ചേർത്ത് ഒരു ചെറിയ വർക്ക് ഏരിയക്കുള്ള സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത് ഈ വാഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെയാണ്. ഇതാണ് ഡോറ്. നല്ല ഗ്ലോസി ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മഹാഗണി വുഡിലാണ് ഡോറെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആണ്. ഏകദേശം ഒരു 13 അടിയൊക്കെ നീളത്തിലുള്ള വലിയ ഒരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. 3 പാളികളിലായിട്ടാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും ഇതിന് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് 3 പാളി ജനലുകൾ ഒരു 3 പാളി ജനൽ ഇവിടെയും ഓരോ പാളികളും 2 ജനൽ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം വളരെ സിമ്പിളായിട്ടാണ് നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തേക്കൂട്ട് ഫിനിഷിലാണ് ഈ ഡോറ് വരുന്നത്. അത് FRP ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈല് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്ത് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരു ബ്ലാക്ക് ടൈലാണ് വരുന്നത്. ഇവിടെ എല്ലാം വൈറ്റ് ടൈലും വരുന്നുണ്ട്. സെൻട്രൽ ഭാഗത്ത് ക്ലോസറ്റ്. ഈ അവസാന ഭാഗത്തായിട്ടാണ് റെയിൻ ഷവർ വരുന്നത്. കയറി വരുമ്പോൾ വാഷ് ബേസിൻ.
ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. വുഡൻ ടൈലുകളാണ് ഈ ഫ്ലോറിൽ, അതായത് സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് MS-ലാണ്. അവിടെ സ്ക്വയർ ട്യൂബിൻ്റെ വെർട്ടിക്കൽ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ പോകുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഈ കാണുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഒരുപാട് വലിയ സ്പേസ് ഒന്നുമല്ല, ഒരു ചെറിയ സ്പേസ് മാത്രമാണ് അപ്പർ ലിവിങ് ഏരിയയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. ഇവിടെ മുകളിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്, ഒരു ബാൽക്കണി. നമുക്ക് ആദ്യം ഈ ബെഡ്റൂം നോക്കാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് നേരത്തെ കണ്ട ഡോർ പോലെ തന്നെ മഹാഗണി വുഡിൽ തീർത്ത ഡോറാണ്. ഇതാണ് ബെഡ്റൂം. നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമുകൾക്കെല്ലാം നല്ല വലിപ്പമുണ്ട്. ഇത് ഫ്രണ്ട് ഏരിയയിൽ കണ്ട ജനലാണ്. ഈ സൈഡിലുള്ള ജനലിലൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് എല്ലാ ബെഡ്റൂമുകളിലും ഒരേ കളർ പാറ്റേൺ തന്നെയാണ് വാർഡ്രോബുകൾക്ക് നൽകിയിരിക്കുന്നത്. ഡ്രസ്സിംഗ് യൂണിറ്റും അതിനും കൂടി വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ്. ഇവിടെ കയറി വരുമ്പോൾ ഈ സ്പേസിലായിട്ടാണ് ബാത്റൂം നൽകിയിരിക്കുന്നത്. FRP ഡോറ് തന്നെ ബാത്റൂമിന് വരുന്നു. ഇത് വേറൊരു കളർ പാറ്റേണിലാണ് ഈ ബാത്റൂം വരുന്നത്. ഇവിടെ സെൻട്രൽ ഭാഗത്ത് ലീഫിൻ്റെ ഡിസൈനൊക്കെ വരുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. ബാക്കിയെല്ലാം വൈറ്റ് കളർ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയുള്ള വിൻഡോ, എക്സോസ്റ്റ് ഫാൻ, സെൻട്രൽ ഭാഗത്ത് ഷവർ, അവസാനത്തെ ക്ലോസറ്റ്. ഇനി നമ്മൾ പോകുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഇത് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെസ്സിൻ്റെ ഡിസൈനുള്ള ഒരു ടൈൽ പാറ്റേണാണ് ഫ്ലോറ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം ഫുള്ളി കവേർഡായിട്ടുള്ള സ്പേസാണ്. മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഏരിയ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ യൂട്ടിലിറ്റി സ്പേസിൻ്റെ വിശേഷം. നമുക്കിനി ഒരു ബെഡ്റൂം കൂടി കാണാനുണ്ട്. ആ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ആ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബെഡ്റൂമിലേക്ക് കയറുകയാണ്. ഇതാണ് ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകൾക്കും ഏകദേശം ഒരേ വലിപ്പം തന്നെയാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. ഇത് 2 പാളി ജനലാണ്. അതുപോലെ ഇവിടെ ഒരു 3 പാളി ജനലും വരുന്നുണ്ട്. ഇവിടെ ഒരു മിററിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അത് ഈ മിറർ ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 ഡോറുകളുള്ള വാർഡ്രോബും ചെയ്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. ഫാനുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഇതാണ്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നും ഈ ബാത്റൂമിൽ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ബാൽക്കണി കൂടി കാണാനുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത്. ഈ വാതിൽ തുറന്നാൽ നേരെ ബാൽക്കണിയാണ്. ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ ഈ വുഡൻ ഡിസൈനിലാണ് വരുന്നത്. പക്ഷേ ഇത് MS ആണ് ചെയ്തിരിക്കുന്നത്. വലിയ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് പാരപ്പറ്റായിട്ട്. ഇവിടെ 2 ജനൽ വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഡിസൈൻ, ഒരു ബഡ്ജറ്റ് വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ 4.7 സെൻറ്റ് സ്ഥലത്ത് 1710 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു 3 ബെഡ്റൂം വീടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ആലുവ സൈഡിലാണ് വീട് വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലായി 2 വാഹന പാർക്കിംഗ് സൗകര്യമുള്ള, അതുപോലെ തന്നെ കിഴക്കോട്ട് ദർശനമായിട്ട് കിണറുവെള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട്. വീടിൻ്റെ വില 65 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വിളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.